ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു ഫ്രോക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ഇത് 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ 44 ഇഞ്ച് നീളവും 25 ഇഞ്ച് വീതിയിലുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനതുപോലെ നീളത്തിൽ നടുകെ ഒന്ന് മടക്കിയെടുക്കുക. പിന്നെ ഒന്നുകൂടി മടക്കുക. ഇതുപോലെ വീതിയിൽ ഒന്നുകൂടി മടക്കുക. അപ്പോൾ നമുക്ക് അവിടെ 2 ഫോൾഡഡ് പീസാണ് ഇക്കാരം നമ്മുടെ അടുത്തുള്ളത്. ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ 4 പീസ് ഉണ്ടാവും. ഇതുപോലെ ഓപ്പൺ ആയിട്ട് എടുക്കണം. 4 പീസ് ഉണ്ടാവും. അപ്പോൾ മടക്കണം എങ്ങനെയാണെന്നുള്ള മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെയാണ് അളവെടുത്ത് ചെയ്യണമെന്ന് നോക്കട്ടെ. ഒരൊറ്റ കട്ടിങ്ങേ ഉള്ളൂ. ഒരു കട്ടിങ്ങിൽ തന്നെ നമുക്ക് എല്ലാ കട്ടിങ്സൊക്കെ കഴിയും. അപ്പോൾ നമുക്ക് അളവെടുക്കുക. 2.5 ഇഞ്ച് വീതി എടുക്കുക. നെക്കിൻ്റെ വിടുത്താണ് 2.5 ഇഞ്ച് വീതി. 3 ഇഞ്ച് നീളം എടുക്കുക. നെക്കിന് 3 ഇഞ്ച് നീളം 2.5 ഇഞ്ച് വീതിയിലും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു കർവായിട്ട് വരച്ചു കൊടുക്കുക. കർവാക്കിയിട്ട് വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണ്ടേ. അപ്പോൾ നെക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 9 ഇഞ്ചിൽ നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്താം. 9 ഇഞ്ച് എടുത്തിട്ട് ഷേപ്പ് അടയാളപ്പെടുത്തുക. 2 സൈഡിലും ഒന്നിച്ച് നമുക്കൊരു സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കാം കേട്ടോ. 9 ഇഞ്ചിൽ ഇതുപോലെ വരച്ചെടുക്കുക. ഇതുപോലെ വരക്കുക. നമ്മുടെ ഓപ്പോസിറ്റ് പോലെ വരച്ചെടുക്കുക. ഓപ്പൺ സൈഡിൽ നിന്നാണ് നമ്മൾ അടുത്ത അളവെടുക്കണം. 4 ഇഞ്ച് നമ്മൾ ഓപ്പൺ സൈഡിൽ നിന്ന് 4 ഇഞ്ച് അളവ് ചെറിയ കർവ് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടുന്ന് നമുക്ക് ഇതുപോലെ ഒരു കർവ് ചെയ്തിട്ട് താഴെ ഇതുപോലെ വരച്ചെടുക്കുക. താഴേക്ക് നമുക്ക് 1.5 ഇഞ്ച് അളവ് എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് ഇട്ടാ അത് അവിടെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെരിച്ച് കണ്ടെന്ന് കർവ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അവിടെ മുതൽ ഈ പോയിൻ്റ് വരെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇതുപോലെ വരച്ചെടുക്കുക. നിങ്ങൾക്ക് കാണുന്നുണ്ടോ വരക്കണത്? ഇതാണ് നമ്മൾ ആ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം കേട്ടോ. അവിടെ ഇതുപോലെ വരച്ചെടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ വരക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ലെവലിലേക്കൊക്കെ ഒന്നുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്യാനാണുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി ഈ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം നിങ്ങളുടെ മനസ്സിലാവണുണ്ടല്ലേ? അത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ കട്ടിങ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഈ പീസുകളൊക്കെ ഇത്ര കട്ടിങ് ഉള്ളതിൽ. അപ്പോൾ കട്ടിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്നിങ്ങോട്ട് നീർത്തിയെടുക്കാം.
നമ്മൾ ആദ്യം ലാസ്റ്റ് മടക്കിയ ആ ഭാഗം ഒന്ന് ഇങ്ങോട്ട് നിവർത്തിയെടുക്കുക. ഇതാ ഇതുപോലെ നിവർത്തുക. എന്നിട്ട് ഇതുപോലെ ഈ കോർണറിൽ മാത്രം നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ അളന്നിട്ട് നമുക്കിതുപോലൊരു വര വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം ചെറിയൊരു കട്ട് കൊടുക്കുക. 1/2 ഇഞ്ച് മാത്രം മതി. 2 സൈഡിലും ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ കട്ടിങ്സ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഇത് നിവർത്തിയെടുക്കുക. കഴിഞ്ഞ് ഇതുപോലെ നിവർത്തിയെടുക്കുക. അപ്പോൾ ഈ ഭാഗങ്ങൾ ഈ റൗണ്ടായിട്ട് കാണുന്ന ഈ ഭാഗങ്ങൾ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ആ ഭാഗം ഇനി നമുക്ക് നമ്മൾ ആ കട്ട് കൊടുത്തില്ലേ, കട്ട് ചെയ്ത ആ ഭാഗം 2 മടക്ക് ചെറിയ മടക്കായിട്ട് 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് ആ ഭാഗം വരെ തയ്ച്ചെടുക്കുക. ഇതുവരെ തയ്ച്ചെടുക്കുക. അതേപോലെ തന്നെ 2 സൈഡിലും ചെയ്യാം. ഇവിടെ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 സൈഡും. ഇത് അപ്പോൾ ആ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഒരു നീളത്തിലൊരു പീസ് എടുക്കുക, ക്രോസ് പീസ് ആയിട്ടിട്ടാണ്. അതെടുത്തിട്ട് അതിൻ്റെ ഒരു തലഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരിക. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ നമുക്കിതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ ചുരുക്കൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നെക്ക് ഫിനിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2 പീസ് ഇലാസ്റ്റിക് വേണം. ഇലാസ്റ്റിക്കിൻ്റെ 2 പീസ് എടുത്തിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വെക്കാനാണ്. ഇതുപോലെ 2 പീസ് എടുത്തിട്ട് ഈ ഭാഗം 2 സൈഡിലുമായിട്ടും തയ്ച്ച് പിടിപ്പിക്കുക. വലിച്ച് പിടിച്ചിട്ട് വേണം, ഇലാസ്റ്റിക് നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വിടുമ്പോൾ ഇതുപോലെ ചുരുക്കമായിട്ട് കിട്ടിക്കോളും. അങ്ങനെ ഇതാ ഞാൻ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇലാസ്റ്റിക് വെച്ച് 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങോട്ട് മറിച്ചിടുക. നമുക്കൊന്നും കൂടി ഷേപ്പ് ചെയ്ത് ബാക്കിയും കൂടി അടിക്കാണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒപ്പം വെച്ചിട്ട് വേണം ഈ സൈഡ് ഇതുപോലെ തയ്ച്ചെടുക്കുക. 2 സൈഡും അതേ ഭാഗത്തും ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ 2 സൈഡും തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെ ഭാഗം കൂടി നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. ഇതുപോലെ താഴെ ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫുള്ളായിട്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.